ചില സംഘടനകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവരുടെ പണി എന്താണെന്നറിയാമോ? SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങൾ കണ്ട് അതുപോലെ ഞങ്ങളുമൊക്കെ സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ച് കോപ്പിയടിക്കാൻ വേണ്ടി മാത്രമായി കടന്നു വന്നു. പിന്നെ എങ്ങനെയാണ് ചെമ്മീൻ ചാടിയാല് ചട്ടിയോളം നാം അവസാനം പറയാറുള്ളത്. അങ്ങനെ ചാടി ചാടി ചട്ടിയോളം എത്തുന്നേ ഉള്ളൂ. അവരുടെ പണി എന്താണ്? എന്തൊക്കെയാണ് ആ പ്രസ്ഥാനത്തിൽ നടക്കുന്നത്? അവര് ചെയ്തതിൽ എന്തൊക്കെ മൈന്യൂട്ട് പ്രശ്നങ്ങളുണ്ട്? അവിടെ ആരെങ്കിലും തെറ്റിയിരിക്കുന്നുണ്ടോ? അവിടെ അവർ പരസ്പരം നോക്കിയിട്ടില്ലേ? ഇത് നോക്കി നടന്നുകൊണ്ട് തങ്ങളുടെ ആയുസ് ചെലവാക്കുന്ന ചില സംഘടനകൾ പേടിക്കാൻ വേണ്ടി മാത്രം, ഇതിലേക്ക് വേണ്ടി മാത്രം, ഫസാദിന് വേണ്ടി മാത്രം സംഘടനകളുമായി നടക്കുന്ന ചിലര്. അവർക്ക് വേണ്ടത് എന്താണ്? ആരാണോ കാന്തപുരം ഉസ്താദിന്റെ തെറി പറയുന്നത് അവരാരായാലും ഏത് മനുഷ്യനായാലും അയാളെ തങ്ങളോട് കൂടെ ചേർക്കുക എന്നുള്ളതാണ്. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് പറയാറുണ്ട്. കാന്തപുരം ഉസ്താദാണ് ഈ വിഭാഗത്തിന്റെ ശത്രു. പ്രിയപ്പെട്ട SKSFന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, സംഘടനയാവുമ്പോ അജണ്ടകൾ വേണം, സംഘടനയാവുമ്പോ നയനിലപാടുകൾ വേണം, സംഘടനയാവുമ്പോ കൃത്യമായ നേതൃത്വം വേണം. അതില്ലാത്തതിന്റെ കുഴപ്പമാണ് ചേവാരിക്കൂട്ടുകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. നിങ്ങളൊന്ന് നോക്കൂ, SKSFകാരന്റെ ചേവാരിക്കാരന്റെ ഇന്നത്തെ അജണ്ട എന്താണ്? മദ്രസകൾ, പള്ളികൾ അടിച്ചുപൊളിക്കുകയും തമ്മിൽ പ്രശ്നമുണ്ടാക്കുകയും കൊലപ്പെടുത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തോടെ നടന്നു നീങ്ങുന്ന മഹല്ലുകൾ തമ്മിൽ തെളിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുക. അതുപോലെ തന്നെ സമാധാനത്തോടെ നടന്നു നീങ്ങുന്ന മദ്രസകളിൽ അക്രമങ്ങൾ അടിച്ചുവിടുക. അവിടുത്തെ അധ്യാപകർക്കെതിരെ അരാജക പ്രവർത്തനങ്ങളും അനീതിയുമായി കടന്നു ചെല്ലുക. മാത്രമല്ല മുസ്തഫ് കത്തിക്കുക, പള്ളി തച്ചു തകർക്കുക, കലാപമുണ്ടാക്കുക, ഒരു പ്രശ്നവുമില്ലാത്ത പള്ളികൾ പൂട്ടിക്കുക. അതിന് സാമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ അതിന്റെ പിന്നിൽ അവരുടെ അച്ചാരം വാങ്ങി അല്ലെങ്കിൽ അവരുടെ കൂട്ടുപിടിക്കുക. ഇങ്ങനെ തങ്ങളുടെ ആദർശം സ്വന്തമായ ആദർശമില്ലാതെ മറ്റുള്ള ആ സമയത്താണ് കേരളത്തിലെ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലിക്കാൻ ചിലരുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഹിറ്റ്ലർ നടപ്പാക്കിയ സിസ്റ്റം, അത്തരം സിസ്റ്റങ്ങളുമായാണ് ചില മുസ്ലിം സംഘടനകൾ ഈ കേരളത്തിന്റെ കവലകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മമ്പാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുണ്ട് ചിലത്. പ്രിയപ്പെട്ടവരെ, ചില ബിനാമിക്കാർ കേരളത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോടെ ഞങ്ങൾ ചോദിക്കട്ടെ, സ്വന്തമായ ഊരും പേരും അഡ്രസ്സും ലെറ്ററുകളും സന്നോഹമില്ലാത്ത സംഘടനയ്ക്ക് മറുപടി പറയലല്ല SSF എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ മഹാമനീഷിയുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. തിരിച്ചറിയണം നിങ്ങൾ. ഊരും പേരും അഡ്രസ്സും സന്നോഹമുള്ള സംഘടനകൾ വരട്ടെ. അപ്പോ ഓരോ ശ്വാസോച്ഛ്വാസത്തിനും മറുപടി പറയാൻ ഈ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ്. മറുപടിയില്ല എന്നാണ് ചിലരുടെ ചോദ്യം. ഉണ്ടോ? അതിന് ആളത്തോട് സംഘടനയുമായി കടന്നു പോകാം. അല്ലാതെ ഊരും പേരുമില്ലാതെ, സന്നോഫില്ലാതെ, അഡ്രസ്സില്ലാതെ ഏതെങ്കിലും ബിനാമികളുമായി കടന്നു വന്നാൽ അതിനൊന്നും മറുപടി പറയാൻ ഒരു പ്രസ്ഥാനത്തിന്റെ സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നിങ്ങൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്, നിങ്ങൾക്ക് ആശ്വാസം പദ്ധതികൾ നടത്താനുണ്ട്, നിങ്ങൾക്ക് ന്യൂട്ടൺ ഹോമുകൾ നിർമ്മിക്കാനുണ്ട്, നിങ്ങൾക്ക് ദാറുൽ ഖൈറുകൾ നിർമ്മിക്കാനുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുണ്ട്. അല്ലാതെ ഇത്തരം ഞാനുകൾക്ക് വേണ്ടി മറുപടി പറയാനും സമയം നീക്കിവെക്കാനും ഈ പ്രസ്ഥാനത്തിന് സമയമില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഞങ്ങൾ പുറത്താക്കിയ ചിലരുണ്ട് ഇവിടെ. ഞങ്ങൾ പിന്നിൽ പുറത്താക്കിയ ചിലരുമായി കൂട്ടുകൂടിയിട്ട് ചില തോന്നിവാസങ്ങളുമായി ഈ കവലയിൽ നടന്നു വരികയാണ്. ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചതല്ലേ നമ്മൾ? ഇനി മതത്തിന്റെ പേരിൽ സംഘടനകൾ തമ്മിൽ തല്ലരുത് എന്ന് തീരുമാനമെടുത്തതല്ലേ നമ്മൾ? എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ തോന്നിവാസങ്ങൾക്ക് ബിനാമികൾ കടന്നു വരുന്നത്? കണ്ട ബിനാമികൾക്ക് മറുപടി പറയേണ്ട പണി ഈ പ്രസ്ഥാനത്തിലില്ല എന്ന് പറയുകയാണ്. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, എന്താണ് അയാളുടെ പരിപാടി? വ്യാജകൽപ്പുണ്ടത്രേ, രഹസ്യകൽപ്പുണ്ടത്രേ. എന്താണ് ഈ രഹസ്യകൽപ്പ്? ഉസ്താദിന്റെ രഹസ്യകൽപ്പുണ്ടത്രേ. അതാണ് ഏറ്റവും വലിയ സംഭവം. എന്നാൽ ഈ നാട്ടിക്ക് വരുമ്പോൾ അത് വരണ്ടേ? മമ്പാട്ടിക്ക് വരുമ്പോഴേ, മമ്പാട്ടിക്ക് വന്നിട്ട് പോലും രഹസ്യകൽപ്പ് തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഇടുമെന്ന് പറഞ്ഞാൽ അത് ഇട്ടില്ല. അത് കണ്ടിട്ടാണ് ചിലരൊക്കെ ഇവിടെ അയാളെ കൊണ്ടുവന്നത്. നിങ്ങൾ മയക്കേണ്ട കാര്യമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് കൊടുത്ത ചോറിന്റെ കാര്യമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുത്ത വണ്ടിക്കൂലി പോയി. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിവുള്ളവരാവണം. നാം സമൂഹത്തിലെ കൃത്യമായ പ്രവർത്തനങ്ങളുമായി കടന്നു പോകേണ്ടവരാവണം. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ,
ഞങ്ങൾ മറുപടി പറയും. ആർക്ക്? നിങ്ങൾ കൊണ്ടുവന്ന ബിനാമിയെ നിങ്ങളുടെ പേരുള്ള അഡ്രസ്സുള്ള SKSSന്റെ വേദിയിൽ കൊണ്ടുപോകാം. അപ്പോ പിറ്റേ ദിവസം വഹാബ് സഖാഫി ഉസ്താദോ അല്ലെങ്കിൽ ഉസ്താദിന്റെ ശിക്ഷണത്തിൽ വളർന്ന ആയിരങ്ങൾ ഈ മമ്പാടുകളുണ്ട്. ഞങ്ങൾ ഓരോ വാക്കിനും ആരോപണങ്ങൾക്കും നിങ്ങളുടെ ക്ലിപ്പുകൾക്കും നിങ്ങളുടെ ഓരോ ശ്വാസത്തിനും മറുപടി പറയാൻ ഉസ്താദിന്റെ അനുയായികൾ എമ്പാടും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഈ രഹസ്യ ക്ലിപ്പ് എന്താണുള്ളത്? എന്താണ് രഹസ്യ ക്ലിപ്പിലുള്ളത്? ഞാനത് കേട്ടപ്പോ എന്താണുള്ളത് എന്ന് വിചാരിച്ചൊന്ന് മൊബൈൽ പരിശോധിച്ച് നോക്കി. അത് അങ്ങനെ ഒരു വ്യക്തി കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കേണ്ടി വരും. എന്താണുള്ളത്? ഇത്ര കടപ്പതിച്ചൊരു ക്രമമുണ്ടോ? ഇത്ര കടപ്പതിച്ചൊരു പ്രസ്ഥാനമുണ്ടോ? ഒരു അജണ്ടയില്ലാതെ ഒരു നയനിലപാടുകളില്ലാതെ സമൂഹത്തിന് സേവനം ചെയ്യേണ്ട എത്ര പള്ളികളുണ്ട്, എത്ര സമ്പത്തുകളുണ്ട്, എത്ര സൗകര്യങ്ങളുണ്ട് ഈ രാജ്യത്ത്. നിങ്ങളെക്കാൾ സ്വാധീനമുള്ള ഒരു മുസ്ലിം സംഘടന ഏതാണുള്ളത്? രാഷ്ട്രീയമായി നിങ്ങൾക്ക് കൂട്ടുണ്ട്, രാഷ്ട്രീയമായി നിങ്ങളെ കൊണ്ടു നടക്കണം, നിങ്ങളെ പ്രവർത്തനം ചിലരുണ്ട്. അവരോടും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് സേവനമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് നാടിന്റെ ഗുണകാംക്ഷയാണ്, നാടിന് സേവനം ചെയ്യാനാണ്. അല്ലാതെ ചിത്രയുണ്ടാക്കലല്ല. ഈ കവലയിൽ ഇങ്ങനെയൊന്നും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതാണ്. നമ്മളെല്ലാവരും ഈ ഇത്തരമൊരു ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കരുതെന്ന് തീരുമാനിച്ചവരാണ്. ആരാണ് പിന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്? അന്ന് അതിന് കൊടിപിടിച്ചവർ, അന്ന് പരിപാടി നടക്കാൻ നടന്നവർ, അന്ന് ഭക്ഷ്യവച്ചവർ, അന്ന് അത്തരം തോന്നിവാസങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, അവരാണ് വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങളുമായി കടന്നു വരുന്നത്. സ്നേഹത്തോടൊപ്പം നമ്മുടെ നാട് സൗഹാർദ്ദത്തിന്റെ നാടാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? വഹാബ് ഉസ്താദിന് നിങ്ങൾക്ക് ഇങ്ങനെ മറുപടി അറിഞ്ഞെടുക്കലാണോ പണി? നിങ്ങൾ ഇസ്ലാമിക് സെന്ററിലേക്കൊന്ന് കടന്നിയല്ലേ? അവിടെ വിദ്യാർത്ഥികൾ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയുണ്ട്. പാവപ്പെട്ട മക്കളാണ്, കോളനിവാസികളാണ്. അവർക്ക് പുസ്തകത്തിന്റെ പണം ഈടാക്കാതെ, അവർക്കൊരു ചെലവുമില്ലാതെ അവരെ ഫ്രീ ആയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മദ്രസയല്ല, അവിടെ ചെറുമുണ്ടയിലും പാലപ്പറമ്പിലും അതുപോലെ തന്നെ പന്തലിങ്ങളിലും അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിൽ മദ്രസയും പള്ളിയും പ്രവർത്തനങ്ങളും സേവനങ്ങളുമായി ആ പ്രസ്ഥാനവും അൽ ഫാറൂഖ് ഇസ്ലാമിക് സെന്ററും അതിന്റെ ശില്പിയായ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ വഹാബ് സഖാഫി ഉസ്താദും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കുട്ടികളുടെ നിക്കാഹ് കല്യാണങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ സഹായഹസ്തങ്ങൾ നീണ്ടത്. ഇവിടെയുള്ള ഒരുപാട് പേർക്ക് കഥ പറയാനുണ്ടാവുമല്ലോ. അതൊന്നും സ്റ്റേജും കെട്ടിയിട്ട് നാട്ടാരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് മാത്രമല്ല കൊടുത്തിട്ടുള്ളത്. ആരും അറിയാതെ സേവനം ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനത്തിനധികവുമുള്ളത്. അറിയില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ ഈ പ്രസ്ഥാനത്തിന്റെ പരിപാടിയിൽ ആ കാട്ടുമയിലുള്ള ഒരു മുസ്ലിം സുഹൃത്തിന്റെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളടക്കമുള്ളവർ ഈ കവലയിൽ പിരിക്കാൻ വന്നിട്ടില്ലായിരുന്നു. എന്നിട്ടോ ആ സഹോദരന്റെ വീട് പണിക്ക് നല്ലൊരു തുക സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാവപ്പെട്ടവരെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, വൈജാത്യങ്ങൾക്ക് അതീതമായി ഈ പ്രസ്ഥാനത്തിന്റെ സേവന കരങ്ങൾ അവർക്ക് നീണ്ടിട്ടുണ്ട്, അവർ കരികിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് ചെയ്യാനുള്ളത്. അങ്ങനെ മത്സരിക്കാനുണ്ടെങ്കിലോ ഒരു വീട് വെക്കുമ്പോൾ 2 വീട് വെച്ച് മത്സരിച്ച്, അതെ, ഒരാൾക്ക് സഹായം ചെയ്യുമ്പോൾ 2 പേർക്ക് സഹായം ചെയ്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നവരുണ്ടോ? നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കൊണ്ടുവന്ന ബിനാമി ഉണ്ടല്ലോ, ബിനാമി നൗഷാദിനെ, ആ നൗഷാദിനെ നിങ്ങളുടെ വേദിയിൽ SKSSന്റെ സ്വന്തം വേദിയിൽ, സേവാരിക്കാരുടെ വേദിയിൽ ഒരിക്കൽ കൂടി കൊണ്ടുവന്നിട്ട് ആ പറഞ്ഞത് പറയാൻ പറയും ഞങ്ങള്. അല്ലാതെ വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ഇങ്ങനെ ഒരു സന്തോഷമില്ലാതെ കടന്നു വരുന്ന ഞാനൂലുകൾക്ക് മറുപടി പറയാൻ ഈ പ്രസ്ഥാനത്തിന് സമയമില്ല. സോറി, ഞങ്ങൾക്ക് സമയമില്ല, അത് ഞങ്ങൾക്ക് സൗകര്യമില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും നടത്തേണ്ടതുണ്ട്. എന്താണോ പ്രിയമുള്ളവരെ, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി, ആർക്കും പറഞ്ഞു തരണ്ട, നിറം മാറുന്ന ഓന്താണത്, എവിടെയാണോ നിൽക്കുന്നത് ആ കളറായിരിക്കും. ആ ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് പറഞ്ഞ് വോട്ട് ചെയ്യൽ ചെറുക്കാണ്.
ഈ താകൂത്തി ഗവൺമെന്റിന് വോട്ട് ചെയ്യലും അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യലും ചെറുക്കാണ് എന്ന് പറഞ്ഞു വോട്ട് തരോ വോട്ട് തരോ വോട്ട് തരോ എന്ന് ചോദിച്ച് തെണ്ടി നടക്കുകയാണ്. അങ്ങനെ മാറ്റത്തിന്റെ ഒരു വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വോട്ട് കിട്ടിയെന്നല്ല പിന്നെ വോട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെ അത് പതിച്ചു പോയവരാണ് ഞങ്ങളത്തെ ഇസ്ലാമിക്കാരൻ, വെൽഫെയർ പാർട്ടിക്കാരൻ. ഓരോരു സമ്മേളനത്തിന് വേണ്ടി ഒരു സപ്ലിമെന്റോ എന്തോ ഇറക്കുകയും സമ്മേളന കിറ്റ്, ആ കിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പുണ്യസമസ്തയുടെ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി തങ്ങൾ പാപ്പമാണ്. എവിടെയാണ് നിങ്ങളുടെ ആദർശം കിടക്കുന്നത്? തങ്ങന്മാരെ കുറ്റം പറയുന്നു എന്ന് അതിനാ രാഷ്ട്രീയപ്പണിയിൽ നിർത്തിപ്പോരടോ എന്നാൽ പിന്നെ ആരും പറയൂല. ദീനീ ഭാവത്തിന് വേണ്ടി സമൂഹത്തിന്റെ സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എന്നാൽ ബഹുമാനമുണ്ടാവും ജനങ്ങൾക്ക്, എന്നാൽ ആദരവുണ്ടാവും ജനങ്ങൾക്ക്. ഈ നാട്ടിലെ മുഴുവൻ ചേളാരിപ്പള്ളികളുടെയും മേൽക്കാളിയാണ് ഒന്നിനായ തങ്ങളുപ്പാപ്പ. ആ തങ്ങളുപ്പാപ്പ ആർക്കാണ് ആരുടെ പുസ്തകക്കിറ്റാണ് സമ്മേളനക്കിറ്റാണ് പ്രകാശനം ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ. എന്താദർശമാണ് നിങ്ങൾക്കുള്ളത്? ഞങ്ങൾ പ്രസ്ഥാനത്തിൽ ആദർശം പറയാൻ കഴിയാഞ്ഞിട്ടാണ് അത്രേ ചിലർ ഇവിടുന്ന് പോയത്, ഞങ്ങൾ പ്രസ്ഥാനത്തിൽ നിന്ന് പോയത്. എന്നിട്ട് എത്ര മുഖാമുഖം നടത്തിയവര്, എത്ര സംവാദം നടത്തിയവര്, അതിനുശേഷം ആദർശം പറയാൻ കഴിയാഞ്ഞിട്ട് പോയതാണത്രേ. ഇന്നും ബഹുമാനപ്പെട്ട അലവി സഖാഫി കൊളത്തൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ സംവാദം മുഖാമുഖം നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ നമ്മുടെ എടക്കരയിൽ അൽ അസ്ഹറിന്റെ കീഴിൽ സംവാദം നടക്കാനിരിക്കുന്നു. ഈ പ്രസ്ഥാനം ഇന്നും മുഖാമുഖങ്ങളും സംവാദങ്ങളും ആദർശ ഗണന മണ്ഡലങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പറയാൻ ഒരു തടസ്സം ഈ പ്രസ്ഥാനത്തിനില്ല. രഹസ്യങ്ങൾ ഇപ്പം തേടി നടക്കുക വല്ലാത്തൊരു സങ്കടമാണ്, വല്ലാത്ത സങ്കടം തന്നെ. ഇതിലപ്പുറം ഞങ്ങൾക്കൊന്നും പറയാനില്ല. എന്നിട്ടോ മിഹ്റാജിന്റെ രാത്രിയാണ്. അന്ന് എല്ലാ ഞായറാഴ്ചയും സ്വലാത്ത് നടക്കുന്ന പള്ളി, ആ പള്ളിന്റെ തൊട്ടടുത്തൊരു ബുറുദാർന്നപ്പോ അതൊന്ന് മാറ്റിവെക്കുമെന്ന് വെച്ചപ്പോ പറഞ്ഞത്രേ, ഇല്ല ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും നടത്തുന്നതാണ്, ഞങ്ങൾക്ക് മാറ്റാൻ പറ്റൂല. ആ പറഞ്ഞവർ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി ബിനാമിക്കാരന്റെ ഞാനൂരിന്റെ പരിപാടിക്ക് വേണ്ടി അവര് മാറ്റിവെച്ചു സ്വലാത്ത്. പള്ളിയിൽ ആഴ്ചതോറും ഞായറാഴ്ചകൾ നടക്കുന്ന സ്വലാത്തുകളെ മാറ്റിവെച്ചു. അന്ന് ബാങ്ക് പോലും കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു കേട്ടു. അല്ലാഹുവായാലും നമുക്കറിയില്ല. എന്താണ് ഒരു പ്രസ്ഥാനത്തിന് അജണ്ടയില്ലാതായി പോകുക എന്ന് പറഞ്ഞാൽ തൂങ്ങിച്ചാവുകയാണ് ആ പ്രസ്ഥാനത്തിന് ഏറ്റവും നല്ലത്. ഈ യാത്രയൊക്കെ എടുത്തു പിടിച്ചാണ്ട് ക്ലിപ്പാക്കി നടക്കേണ്ട. അതാണല്ലോ പണി. അവിടെ എന്തെങ്കിലും പറഞ്ഞതിൽ ഫോൾട്ടുണ്ടോ, അവർ ഇരുന്നതിൽ ഫോൾട്ടുണ്ടോ, അവർ നോക്കിയോട്ട് പേശിക്കണോ? ഇത് നോക്കി നടക്കാനായിട്ടൊരു പ്രസ്ഥാനവും സമ്പത്തും ആയുസും അജണ്ടയും ചെലവഴിക്കുന്നത് വിഡ്ഢിത്തമേ നിന്റെ പേരോ ചേളാരി സംഘടന, വിഡ്ഢിത്തമേ നിന്റെ പേരോ എസ്കേഎസ്എം. സങ്കടമുണ്ട്. നമുക്ക് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം, നമുക്ക് സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മോഡിയും സംഘപരിവാറും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? അവരുടെ അജണ്ടകൾ എവിടെയാണ്? നമ്മുടെ അടുക്കളയിലെത്തിയിരിക്കുന്നു, നമ്മുടെ തീന്മേശയിലേക്കെത്തിയിരിക്കുന്നു, നമ്മുടെ അവരുടെ ദ്രംഷ്ടകൾ നമ്മുടെ കഴുത്തിലേക്ക് ആയിറങ്ങിയിരിക്കുന്നു. ആ സമയത്ത് സമൂഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് വേണ്ടത് ഇത്തരം ചില അജണ്ടകളാണ്. ഇവർക്ക് വേണ്ടത് കാന്തപുരം ഉസ്താദിന് തെറി പറയുമ്പോൾ ഓൻ ആരായാലും ഓനെ കൂട്ടുപിടിച്ച് ഓന് മൈക്ക് കെട്ടിക്കൊടുത്ത് ഓന് ചോറ് കൊടുത്ത് ഓനെ പ്രസംഗിപ്പിക്കുക. എന്നിട്ട് 4 തെറികൾ കാന്തപുരം ഉസ്താദിനെ പറയുക. ഇതാണോ നിങ്ങളുടെ അജണ്ട? ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് നാട്ടുകാരെ, നാടിനും വീടിനും സമൂഹത്തിനുമുള്ളത്? ഇത് നിർത്തണേ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയാം. അല്ല, ഇത് തുടരാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ സ്വന്തം മദ്രസിൽ എസ്കേഎസ്എഫിന്റെ ചേളാരി സംസ്ഥയുടെ ഔദ്യോഗിക വേദിയിൽ ഈ ദിനാദിന ഉഷാദകൾ കൊണ്ടുവന്നു. സന്തോഷത്തോടെ അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഹർഫൻ ബിഹർഫ, ശ്വാസത്തിന് മറുപടി പറയാൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ബാധ്യസ്ഥരാണ്, മറുപടി പറയുക തന്നെ ചെയ്യും. അല്ലാതെ ഈ ബിനാമി പണി നിർത്തേണ്ട സമയം അതിക്രമിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലേ? അതുകൊണ്ടാണോ ഞങ്ങൾക്ക് സംശയം? ഇങ്ങനെയൊന്നും ദീനീ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതല്ല ഇസ്ലാമിക പ്രവർത്തനമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആണായി പിറന്നവരാളില്ലേ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആണായി പിറന്നവരാളുണ്ടെങ്കിൽ കൊണ്ടുവാ, എന്നിട്ട് മൈക്ക് കെട്ടി പറ. ഈ ഓരോ ആരോപണങ്ങളും പറഞ്ഞോളൂ, ഞങ്ങൾ മറുപടി പറയും. അല്ലാതെ മറുപടിയില്ലേ
ചോദിച്ചു നടക്കേണ്ടതില്ല എന്നൊരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അയാൾക്ക് അയാളുടെ വയറ് നടക്കണം. കാരണം നമ്മളെ പ്രസ്ഥാനത്ത് മാറ്റി പുറത്താക്കിയപ്പോ വെറുത്തില്ല, ചോറില്ല, പരിപാടികളൊന്നുമില്ല, ഇങ്ങനെ നടക്കുകയാണ്. സ്വാഭാവികമായും 4 ചെറിയ കണ്ടവരുത്താതെ പറഞ്ഞാൽ, ആ പ്രസ്ഥാനത്തെ പറഞ്ഞാൽ സ്വീകരിക്കാൻ ആളുണ്ടല്ലോ. അങ്ങനെ സ്വീകരിച്ച പലരുണ്ടല്ലോ അവിടെ. അത് മനസ്സിൽ കണ്ടുകൊണ്ട് അയാൾ ഇറങ്ങി അത് സ്വീകരിക്കാൻ ചിലരും. അങ്ങനെ ആമാശയ മുന്നേറ്റവുമായി നടന്നു പോകുന്ന ചിലർ, ആ ആമാശയ മുന്നേറ്റക്കാരെ താങ്ങി നടക്കുന്ന ചിലർ. ഞങ്ങൾക്ക് ഇന്നേ പറയാനുള്ളൂ, നാറിയവനെ പേറിയാൽ പേറിയവനുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ മാറാൻ നിൽക്കേണ്ട, അങ്ങനെ മാറാൻ നിൽക്കേണ്ട. രാജ്യത്തിന്റെ, സമൂഹത്തിന്റെ, നാടിന്റെ, കുടുംബത്തിന്റെ സേവനത്തിനും നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ അതിന് നമുക്ക് ഒരുമിക്കാം, അതിന് നമുക്ക് ഒരുമിക്കാം. കഴിഞ്ഞ 5-6 വർഷമായി നമ്മുടെ കോളേജ് ജംഗ്ഷനിൽ അൽഫാറൂഖ് ഇസ്ലാമിക് സെന്റർ വളരെ കൃത്യമായി സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ശില്പിയും നമ്മുടെ നാട്ടുകാരുമായ വഹാബ് സഖാഫി ഉസ്താദ് ഒരു കാര്യം കൂടി പറയട്ടെ. ആ രഹസ്യങ്ങളിപ്പുണ്ടല്ലോ, ആ രഹസ്യങ്ങൾ അതാണല്ലോ ഏറ്റവും വലിയ ആയുധം. അതൊന്ന് പുറത്തുവിട്ടാൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. മമ്പാട് വരുമ്പോഴെങ്കിലും ഒരു നൗഷാദ് വിടുമെന്ന്, ഈ ബിനാമി നൗഷാദ് വിടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, ഉണ്ടായില്ല. സങ്കടമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അയാളുടെ പണി എന്താണെന്നറിയോ? വൈലത്തൂർ തങ്ങളുപ്പാപ്പ മരിക്കുന്നതുവരെ അയാൾ തങ്ങളുപ്പാപ്പത്തിനൊന്നും പറഞ്ഞിട്ടില്ല. മരിച്ചതിന് ശേഷം പറയാണ്, തങ്ങൾ ഉപാധിതത്തിന് ശേഷം പറഞ്ഞു തങ്ങൾ എന്തുകൂടെയായിരുന്നു എന്ന്. അതുപോലെ തന്നെ വഹാബ് സഖാഫി ഉസ്താദ് ഒരു വെല്ലുവിളിച്ചു. ആ വഹാബ് സഖാഫി ഉസ്താദ് വെല്ലുവിളിച്ചത് എന്താണെന്നറിയോ? ക്ലിപ്പുണ്ടെങ്കിലും ഇടണം, പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പിടണം. സ്വന്തം നാട്ടിൽ വന്നിട്ട് അത് ഇടാൻ പറഞ്ഞു. ഞാൻ ആ നാട്ടിൽ വെച്ച് കാണിച്ചു തരാം എന്നാണ് ചിലർ വിളിച്ചപ്പോ പറഞ്ഞു കൊടുത്തത്. പിന്നെ വിളിച്ചപ്പോ എന്താ ഇടാൻ ചോദിച്ചപ്പോ ഒക്കെപ്പാ അടിച്ചുകൊണ്ട് ഫോൺ വെക്കുകയാണ്. നമ്മൾ എസ്കാർ ഒരു കാര്യം മനസ്സിലാക്കണമെന്നത്, അദ്ദേഹം നിങ്ങളെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അദ്ദേഹം നിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച കുറെ വാചകങ്ങളുണ്ട്. അത് ഇന്നും അദ്ദേഹം പിൻവലിച്ചില്ല. ആ വാക്കുകളോടൊക്കെ നിങ്ങൾ സമരസപ്പെട്ടോ? നിങ്ങൾ എന്നാണ് ഇതിനുമായി ആലോചിച്ചു തുടങ്ങിയത്? എന്നാൽ നിങ്ങളോട് ഇതിനുമായി ബന്ധ ചെയ്യാൻ തുടങ്ങിയത്? ഞങ്ങൾക്ക് തിരിച്ചറിയേണ്ടതുണ്ടതൊക്കെ. നിങ്ങളെ പറഞ്ഞതും നിങ്ങളെ പ്രസ്ഥാനത്തെ താറടിച്ചതും പിൻവലിച്ചോ നിങ്ങൾ അദ്ദേഹം പിൻവലിക്കാത്തിടത്തോളം കാലം എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തോട് കൂടുക? അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ പ്രസ്ഥാനം മുജാഹിദുകാര് ഇദ്ദേഹത്തിനെതിരെയും അതുപോലെ തന്നെ കുറെ ആൾക്കെതിരെയും ഈ പ്രസ്ഥാനം നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കവലകളിലോ നടന്നപ്പോ അദ്ദേഹം തന്നെ ഒരു സംവാദത്തിൽ ഒരു പുരാവത്തിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾ പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് അഡ്രസ്സുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഞങ്ങളിൽ ചില പാകപ്രയോഗങ്ങൾ വന്നാൽ അത് തിരുത്താനും ഉപദേശിക്കാനും, ഞങ്ങളെ വേണ്ടി വന്നാൽ ഞങ്ങളെ അടിക്കാനും ഞങ്ങളെ പുറത്താക്കാനും അവരുണ്ട്. അവർക്കതിന് ബാധ്യതയുണ്ട്. അത് പെൺമനസ്സാകായാലും ആരായാലും ഞങ്ങളെ പ്രസ്ഥാനത്തിന് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ അതേ ബിനാമി നൗഷാദിനെയാണ് ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അതേ അദ്ദേഹമാണ് ഈ പ്രവർത്തനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സങ്കടമുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാനെല്ലാവരും കാന്തപുരം ഉസ്താദിനെയോ ഈ സമസ്തക്കെതിരെയോ പറയുകയാണെങ്കിൽ അന്ന് എനിക്ക് ഭ്രാന്താണ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്നർത്ഥം വരുന്ന ഒരു പ്രയോഗം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രസംഗിച്ചിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ് അദ്ദേഹത്തെ അത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആണയിട്ട് പറയട്ടെ, നാറിയവനെ പേറിയാൽ പേറിയവനാകും. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ സൗഹൃദത്തിന് വേണ്ടി, നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നാടിന്റെ മുന്നേറ്റത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്കൊരുത്തരും മുന്നേറേണ്ടതുണ്ട്. നമുക്കൊരുത്തരും മുന്നേറേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, രാഷ്ട്രം നമ്മുടെ അടിവാളിലും തീന്മേശയിലും കയറിക്കൂടിയ ആധുനിക കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ പദത്തിന്റെയും നീലകാലങ്ങളുടെ രാജ്യത്തിന്റെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി ക്രിയാത്മകമായി മതപരമായി സക്രിയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 44 വർഷക്കാലമായി ഇനിയും ഞങ്ങൾ തുടരുന്നു. നമുക്ക് കൂടാ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ വരുന്ന മർക്കസിന്റെ ചിഹ്നങ്ങളുടെ സമ്മേളനം ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും വിപ്ലവത്തിന് വേണ്ടിയുമുള്ള പുതിയ മുദ്രാവാക്യങ്ങളുമായി കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള നന്മകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ നാടിനോ
ഫിഗറുകളെയും അതുപോലെ തന്നെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ആ പരിപാടിയിൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ കൂടിക്കാരൻ കൂടിയായ ബഹുമാനപ്പെട്ട SSF നിലമ്പൂർ ഡിവിഷൻ ഫിനാൻസ് സെക്രട്ടറി കൂടിയായ ഷംസീർ സഖാഫി അമ്പാടി അവറുകളാണ്. അതുപോലെ തന്നെ താക്കൂർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭക്തനിർഭരമായ പ്രാർത്ഥനാ മജ്‌ലിസ് നടക്കുമ്പോൾ മുഴുവൻ സഹോദരന്മാരെയും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ക്ഷണിക്കുകയാണ്. അങ്ങനെ നമുക്ക് സ്വലാത്തും സലാമും അതുപോലെ തന്നെ ദുർഗാ മജ്‌ലിസുമായി മുന്നോട്ട് പോകണം. അല്ലാഹു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഇത്തരം ബിനാമിക്കാരുടെ ആമാശയ മുന്നേറ്റത്തിൽപ്പെട്ട് നമ്മളുടെ സംഘടനയുടെ നിലപാടുകൾ വഴിമാറാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. നിങ്ങൾ കേട്ട മുഴുവൻ നാട്ടുകാർക്കും കൃത്യമായ രീതിയിൽ സംഘടനയുടെ സ്നേഹാഭിവാദ്യങ്ങളും വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്തരം അരുതായ്മകൾക്കും ഇത്തരം വിഴുപ്പലകലുകൾക്കും വീഴ്പ്പലക്കലുകൾക്കും നമ്മുടെ നാട് ഇനി വേദിയാവരുത്, അതിനാരും തയ്യാറാവരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.